രംഗീല കഴിക്കാൻ എന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത്? സ്പെഷ്യൽ രംഗീല സാൻഡ്വിച്ചാ കുട്ടികളെ. രുദ്ര നീയും വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. അതുവരെ ഞാൻ കളിച്ചോണ്ടിരിക്കാം. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. രംഗീല എന്നാ കളിച്ചോ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു രുദ്ര. ഈ ഗെയിം രംഗീലേക്ക് കളിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല. നമുക്ക് നോക്കാം. ഞാൻ ആരാന്ന് ഇപ്പൊ നിനക്ക് കാണിച്ചു തരാം. ഇന്ന പിടിച്ചോ. ആ ഹേയ് ഹേയ്. രംഗീല സൂക്ഷിച്ചു. ചേട്ടാ ഇത് പോലത്തെ പ്രശ്നമായല്ലോ. എനിക്കിത് കളിക്കണ്ട. കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ ഞാൻ മാർക്കറ്റിലേക്ക് പോവുക. ഇവനിപ്പോ എന്താ വേണ്ടത്? സ്വയം നിങ്ങൾ രക്ഷിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്നേക് സിറ്റിയുടെ വാതിൽ തുറന്ന് അതിനകത്തേക്ക് ചെല്ല്. വേഗം ചെല്ല്, വേഗം ചെല്ല്. കാരണം ഇതാണ് എന്റെ അവസാനത്തെ ഓഫർ. വേഗം ചെല്ല്. ഇന്ന് ആരെയും മാർക്കറ്റിൽ കാണുന്നില്ലല്ലോ. എന്ത് പറ്റിയ എല്ലാവർക്കും? ചേടാ ഇത് പോലാത്ത പ്രശ്നമായല്ലോ. രുദ്ര വേഗം ഇങ്ങോട്ട് വാ. ഒരാൾ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേഗം വാ രുദ്ര. നിക്കട അവിടെ. പാമ്പേ പാമ്പേ. എന്നെ വിട്ടേക്ക്. ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നെ ഒന്ന് വിട്ടേക്ക്. രുദ്ര വന്നു. പാമ്പേ ഒരു മിനിറ്റ് പ്ലീസ്. രുദ്ര സിറ്റി മുഴുവനും ഒരുപാട് പാമ്പുകളാ. ഇയാള് ഏത് തരം ആളോ? നല്ലോണം കഥ പറയുന്നുണ്ടല്ലോ. ആ സ്നേക് ചാർമർ എല്ലാവരെയും വാതിൽ കടന്ന് പുറത്തേക്ക് പോവാൻ പറഞ്ഞിരിക്കുക. ഞാനെതിരെ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. എനിക്കൊരു വിലയും ഇല്ലെന്നാ തോന്നുന്നത്. താങ്ക് യു പാമ്പേ. നീ എനിക്കൊരല്പം സമയം തന്നു. രുദ്ര ഞാൻ പോവാണ്. പക്ഷെ എന്നെ രക്ഷിക്കണേ. ഇയാൾ വളരെ വ്യത്യസ്തനാണല്ലോ. രക്ഷപ്പെട്ടു പോയതല്ലേ, പിന്നെ എന്തിനാ തിരിച്ചു വന്നത്? ചെല്ല്.
അകത്തേക്ക് ചെല്ല്. അകത്തേക്ക് ചെല്ലാൻ. ആരാ നീ? ഇവരെല്ലാരും എങ്ങോട്ട് കൊണ്ടുപോകുന്നേ? എന്റെ പേര് സ്നേക് ചാമർ. ഞാൻ ഈ ഫ്ലൂട്ട് വായിച്ചു കഴിഞ്ഞാൽ പാമ്പുകളെല്ലാം എന്റെ അടിമകളായി മാറും. എന്റെ താളത്തിനൊത്ത് അവരെല്ലാവരും തുള്ളും. പറയൂ, താ ഥയ്യ താ ഥയ്യ താ. സ്നേക് ചാർമർ, നീ ഒരു കാര്യം പറയാ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാന് വളരെ സ്പെഷ്യലായ ഒരു സ്നേക് സിറ്റി റെഡിയാക്കിയിട്ടുണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും പാമ്പുകളായിരിക്കും, പാമ്പുകൾ. ബെഡ്റൂമിൽ സൈഡ് ടേബിളിന് പകരം സ്നേക്സ്, ബാത്റൂമിൽ ഷവറിന് പകരം സ്നേക്സ്. ആലോചിച്ച് നോക്ക്, എന്തുമാത്രം എക്സൈറ്റിംഗ് ആയിരിക്കും. ജീവനുള്ള പാമ്പുകളുടെ കൂടെ 24 മണിക്കൂറും ജീവിക്കുന്നത്. അത് എന്താണെന്നറിയില്ല. ആരും അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി ഞാൻ ആരെയും അങ്ങോട്ട് ക്ഷണിക്കില്ല. ഞാൻ അവരെയും കൊണ്ടങ്ങ് പോകും. ചെല്ല്, നിങ്ങളും കൂടി വാ. എന്റെ സ്നേക് സിറ്റിയിലേക്ക് വാ. പാട് ധയ്യ ഥാ ധയ്യ ഥാ. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പൊയ്ക്കോ, അല്ലെങ്കിൽ ഞാനിപ്പോ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഒരു പക്ഷെ ഞാൻ ഇവിടുന്ന് പോയില്ലെങ്കിൽ അപ്പൊ നീ എന്ത് ചെയ്യും? പറ. കൊച്ചു ചെക്കനായതുകൊണ്ട് ഞാൻ നിന്നെ ഒന്നും ചെയ്യാതെ വിട്ടേച്ചു പോവാ. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെ ഒരിക്കലും സംശയിക്കരുത്. ഫയർബോൾ അല്ല, എന്താ? രുദ്ര, ആ സ്നേക് ചാർമറിന് ഇപ്പൊ 4 കൈകളുണ്ട്. ഇതിനെ ഞാൻ ഇപ്പൊ തന്നെ വകവരുത്തിയേക്കാം. അന്തർ മന്തർ കാലി കലന്തർ സ്നേക് പോകട്ടെ ചുമന്തർ. മൈര വേണ്ട, ആരെങ്കിലും ഇതൊന്ന് തടഞ്ഞു നിർത്താ. മൈര, നീ എന്താ ഈ ചെയ്തത്? സോറി. രുദ്ര, പാമ്പ്. രുദ്ര, അപകടത്തില്ല. ഇതോടെ നിന്റെ കഥ തീർന്നു. ഷെടാ, എല്ലാരും എസ്കേപ്പ് ആയോ? അതെ, ഇവിടെ എന്റെ ജീവൻ കുടുങ്ങി കിടക്കുക. നിങ്ങൾ ആ സമയത്ത് താത്താ തൈ തൈന്ന് ഡാൻസ് കളിക്കുക. എന്നെ ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടുത്തി വിട്ടാലേ ഞാൻ നിങ്ങൾക്ക് അടിപൊളി ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാന്നേ. ഈ ഐഡിയ കൊള്ളാമല്ലോ. രുദ്ര, ആ സ്നേക് ചാർമറിന്റെ സ്നേക്സ് ഒക്കെ വളരെ അപകടം പിടിച്ചതാ. നമ്മളതിനെ ഫേസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സോളിഡ് പ്ലാൻ ചെയ്യണം. നീ പറഞ്ഞത് ശരിയാണ് മൈര. ഒരു കാര്യം ഉറപ്പാണ്, അവന്റെ ശക്തി അവന്റെ ഫ്ലൂട്ടിലാണ് ഉള്ളത്. അവന്റെ കയ്യിൽ നിന്ന് അവന്റെ ഫ്ലൂട്ട് നമ്മൾ അടിച്ചു മാറ്റണം. അവൻ ഇവിടെ എത്തിയോ? രംഗലി അവന്റെ കൂടെ ഉണ്ട്. ഈ പാലസ് കാണാൻ തന്നെ അതിമനോഹരമായിരിക്കുന്നു. ചെല്ലിരിക്കില്ല, എനിക്ക് നല്ല ചൂടുള്ള സ്വാദുള്ള ടിഫൻ കൊണ്ടുവരൂ. ഹുലല്ല ഥയ്യ ഥാ ഥയ്യ ഥാ. ഇവൻ എത്ര ധൈര്യമുണ്ടെങ്കിൽ എന്റെ സ്ഥലത്ത് വന്ന് എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും.
എന്റെ പാത്രങ്ങൾ എന്നെ തന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അയ്യോ അയ്യോ, രക്ഷിക്കണേ! ഈ പാത്രങ്ങളൊക്കെ എന്റെ പുറകിലുണ്ടല്ലോ. ആരെങ്കിലും എന്നെ രക്ഷിക്കണേ! ഈ സ്നാക്സ് ഒക്കെ കാണുമ്പോ തന്നെ അടിപൊളിയായിട്ടുണ്ടാവുന്നാ തോന്നുന്നത്. വേഗം സെർവ് ചെയ്യേ. താത്തയ്യ താത്തയ്യ താ. എന്റെ പേര് സ്നേക് ചാമർ. ഞാൻ ഫ്ലൂട്ട് എടുത്ത് വായിച്ചാൽ സ്നേക്കുകളെല്ലാം എന്റെ അടിമകളായി മാറും. പിന്നെ എന്റെ താളത്തിനൊത്ത് അവർ തുള്ളിക്കൊണ്ടേയിരിക്കും. അതെ, താ തയ്യ താ തയ്യ താ. രുദ്ര സൂക്ഷിച്ച്, നിങ്ങളുടെ പുറകിൽ പാമ്പുകളാ. Que bicycle tank creator 2. രുദ്ര, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിപ്പോയിക്കോ. ഒരു പ്രാവശ്യം സ്നേക്സിനെ കൺട്രോൾ ചെയ്യാനുള്ള വഴി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആ സ്നേക് ചാർമറെ വക വരുത്താൻ ഒരുപാട് സമയമൊന്നും പിടിക്കില്ല. പക്ഷെ നമ്മളത് എങ്ങനെ ചെയ്യും? അവരെത്തും പിടിയില്ലല്ലോ. വരുൺ, ആ സ്നേക് ചാർമറിന്റെ സ്നേക്കിനെ കൺട്രോൾ ചെയ്യാനുള്ള വഴി കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ തന്നെ ലൈബ്രറിക്ക് ചെല്ലണം. രുദ്ര, ഞാനൊരു കാര്യം അറിഞ്ഞു. സൺസിറ്റി മുഴുവൻ പാമ്പുകളാണല്ലേ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട രുദ്ര. ആ ഷെൽഫിൽ സ്നേക്സിനെ കുറിച്ചുള്ള എല്ലാ ബുക്കുകളുമുണ്ട്. ഹലോ മിസ്റ്റർ അലഗ സർ. ഞാൻ എല്ലാ പുസ്തകങ്ങളും വായിക്കാൻ കൊണ്ടുപോകാം. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെന്ന് കരുതട്ടെ. അതൊക്കെ മറക്കാതെ രജിസ്റ്ററിൽ നോട്ട് ചെയ്ത് വെക്ക്. പറ. അല്ല, ബുക്ക് കൊണ്ടുപോകണോ? എങ്കിൽ രജിസ്റ്ററിൽ സൈൻ ചെയ്തിട്ട് പോണം. എനിക്ക് എന്ത് പറയണമെന്ന് പോലും അറിയില്ല രുദ്ര. നീ ഇങ്ങോട്ട് വരുമ്പോ ആ സ്നേക് ചാമ്പറിന് എന്തെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടാവാം. അല്ല സർ, നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട. ഞങ്ങൾ സ്നേക്കിന്റെ അല്ല, ഈഗിളിന്റെ ബുക്സ് വായിക്കാനാ വന്നത്. എനിക്കറിയാം തന്റെ മാജിക് പവേഴ്സ് വെച്ച് അവൻ നമ്മളെ കണ്ടോണ്ടിരിക്കായിരിക്കും. അതുകൊണ്ട് ആദ്യം ഈഗിളിന്റെ ബുക്ക് എന്ന് പറയാഞ്ഞത്. വെരി ഗുഡ്. അല്ല സർ, എനിക്ക് ആവശ്യം ഈഗിൾ സംബന്ധിച്ച ബുക്സ് ആണ്. അതുപോലെ നിങ്ങൾ ലൈബ്രറിയിൽ ഒരു രഹസ്യ സ്ഥലം പറയൂ. ആരും ഞങ്ങളെ കാണാൻ പറ്റാത്ത സ്ഥലമായിരിക്കണം. ഈ എല്ലാ ബുക്സും ഈഗിൾ റിലേറ്റഡ് ആണ്. നിങ്ങൾ 3 പേരും ആ പോർട്രേറ്റിനകത്തേക്ക് ചെല്ലൂ. അതൊരു മാജിക്കൽ പോർട്രേറ്റ് ആണ്. നിങ്ങൾ 3 പേരും അതിലിരിക്കുന്ന കാര്യം സ്നേക് ചാമറിന് കണ്ടെത്തുവാൻ പറ്റില്ല. രുദ്ര,
നീ ഇവിടെ എവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം ഇനി നിനക്ക് സ്നേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകവും കിട്ടില്ല. വരൂ, കയറി വരൂ. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അകത്തോട്ട് വരൂ. എല്ലാവരും അകത്തേക്ക് ചെല്ല്. എന്റെ സ്നേക് സിറ്റിയുടെ ഷോ പോപ്പുലർ ആക്കി മാറ്റാൻ പറയേ. സ്നേക് ചാമർ, ഞാൻ നിനക്ക് അവസാനമായിട്ട് ഒരു ചാൻസ് തരാണ്. മര്യാദക്ക് ഇതൊക്കെ നിർത്തേക്ക്. തിരിച്ചു പോയ്ക്കോ, അല്ലെങ്കിൽ ഇതിനൊക്കെ നീ ഉത്തരം പറയേണ്ടി വരും. രുദ്ര, എന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതല്ലേ, നീ ഒരു കൊച്ചു ചെക്കനാണ്. എന്നോട് ഏറ്റുമുട്ടാൻ നിനക്ക് പറ്റില്ല. പറയേ. സ്നേക് ചാമർ, ഞാനും നിന്നോട് ഓൾറെഡി പറഞ്ഞതല്ലേ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും സംശയിക്കരുതെന്ന്. Zywajsko, Pelkan Hepito Zoo! നിന്റെ ഈ ഫാൽക്കന് എന്നെ ഒന്നും ചെയ്യാനാവില്ല.
സ്നേക് ചാമർ, ഇനി നിന്റെ ഫ്ലൂട്ട് മ്യൂസിക് വർക്കൗട്ട് ആവില്ല. ഇബൈസ്ക വെൻ ക്രിയേറ്റോ. വേണ്ട, എന്റെ ഫ്ലൂട്ട്. ഇനി പറയൂ സ്നേക് ചാമർ, ഫ്ലൂട്ട് ഇല്ലാതെ നീ എങ്ങനെ മ്യൂസിക് ഉണ്ടാക്കും? മര്യാദയ്ക്ക് നീ നിന്റെ സ്ഥലത്തേക്ക് പൊക്കോ, എന്നിട്ട് അവിടെ പോയി പറ താത്തയ്യ താത്തയ്യ താ. എന്തിനാ നീ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്? എന്റെ എല്ലാ പവേഴ്സും നീ അപഹരിച്ചു വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും. നീ പറഞ്ഞ ശരിയാ. രുദ്രയുടെ പ്രായത്തിനെയും അവന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഞാനിതാ പറയുന്നു, തയ്യ താ തയ്യ താ. എല്ലാരും ഒന്ന് സമാധാനിക്കൂ പ്ലീസ്. എനിക്ക് വിശ്വാസമുണ്ട്, ഇനി ഒരിക്കലും ഇവൻ തിരിച്ചു വരികയില്ല.